കർണാടകയിലെ ഹംപിയിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ മഹത്തായ പൈതൃകത്തെ ഇന്നും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ശില്പസമുച്ചയമാണ് വിജയവിട്ടല ക്ഷേത്രം. 15ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വികസനങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏറ്റവും മഹാനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെ കാലത്താണ് പൂർത്തിയായത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ സമ്പത്തും ശക്തിയും ഈ ക്ഷേത്രത്തിന്റെ ഓരോ കല്ലിലും പതിഞ്ഞിരിക്കുന്നു. വിട്ടല ക്ഷേത്രസമുച്ചയത്തിലെ ഏറ്റവും പ്രശസ്തമായ ശില്പാവിഷ്കാരമാണ് ഗരുഡനു സമർപ്പിച്ചിരിക്കുന്ന കൽരഥം. വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനു വേണ്ടി പണിത ഈ രഥം ഒരു അലങ്കാര ശില്പമല്ല, ഒരു ആരാധനാ മണ്ഡപമായിരുന്നു. മുകളിൽ ഗരുഡവിഗ്രഹം സ്ഥാപിച്ച് ഇവിടെ നിത്യപൂജ നടത്തപ്പെട്ടിരുന്നു. ഒരു യഥാർത്ഥ ദേവരഥം പോലെ രൂപകൽപ്പന ചെയ്ത ഈ ശില്പം ഒറ്റക്കല്ലിൽ നിന്നല്ല, സൂക്ഷ്മമായി കൊത്തിയെടുത്ത ഗ്രാനൈറ്റ് ശിലകൾ ചേർത്ത് അസാധാരണമായ എഞ്ചിനീയറിംഗ് കൃത്യതയോടെ പണിതതാണ്. 1565-ലെ താലിക്കോട്ട യുദ്ധത്തിന് ശേഷം ഹംപി നഗരം നശിപ്പിക്കപ്പെട്ടെങ്കിലും ഈ രഥം കാലത്തിന്റെ ആക്രമണങ്ങളെ അതിജീവിച്ച് ഇന്നും ചരിത്രത്തിന്റെ നടുവിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. ഇന്ത്യയുടെ 50 രൂപ നോട്ടിൽ ഇടം നേടിയ ഈ കൽരഥം വിജയനഗര സാമ്രാജ്യത്തിന്റെ ശില്പമഹിമയുടെ അമരസ്മാരകമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഹംപിയിലെ വിജയവിട്ടല ക്ഷേത്രവും കൽരഥവും ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു.